ഇന്നലെ രാത്രി 1 മണിക്ക് തിരിച്ചാണ് ഏർവാടി ദർഗയ്ക്ക്. മോർണിംഗ് ഒരു 10 മണിക്കാണ് ഇവിടെ എത്തിയത്. രാത്രി പോകുന്നതിൻ്റെ തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ദർഗയിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും നെയ് റോസ്റ്റും ഹസ്ബൻഡ് തട്ടുദോശയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അതിലേക്കുള്ള ചട്നിയും ചമ്മന്തിയും മസാലയും സാമ്പാറും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിച്ച് തീർത്തു കേട്ടോ. ഇത് കഴിച്ച് തീർന്ന ഉടനെ തന്നെ ഞങ്ങൾ നേരെ ദർഗയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിന്ന് സിയാർത്തൊക്കെ ചെയ്ത് കുറേ നേരം ഇരുന്നതിന് ശേഷം പുറത്തിറങ്ങി. ദഹിപൂരി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയ ഞങ്ങൾക്ക് പാനിപൂരിയാണ് കിട്ടിയത്. അപ്പോൾ കിട്ടിയ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പാനിപൂരിയും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും പോകാറുള്ള ഒരു ബീച്ച് ഉണ്ട്, അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സ്കൈ ഒക്കെ കാണാൻ നല്ല വ്യൂ ഉണ്ടായിരുന്നു. ആ ടൈമിലായതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേക ഭംഗി തോന്നിയിട്ട് കാണാൻ. അപ്പോൾ കുറേ നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയിട്ടോ. ബീച്ചിൻ്റെ അടുത്താണ് അക്കയുടെ കട വരുന്നത്. ഏർവാടിക്ക് വരുമ്പോഴൊക്കെ അക്കയുടെ കടയിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുക. ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിയുമ്പോൾ നല്ല ഫ്രഷ് മീനൊക്കെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ കുറേ ടൈം അവിടെയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ശാന്തമായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത്. ഇത് കണ്ടുന്ന ടൈം കൊണ്ട് മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മീൻ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓംപ്ലേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിങ്ങാണ്ട് കുറച്ചേറെ റെസ്റ്റ് എടുത്തുങ്ങാണ്ട് ഞങ്ങൾ ഇവിടെ വരാറുള്ള MTS പറഞ്ഞ ബേക്കറിയിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ബേക്കറി കുറച്ച് എക്സ്പെൻസീവ് ആണ്. എയർപോർട്ടിന്റെ ഉള്ളിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെയാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് 2-3 ഐറ്റംസ് വാങ്ങിച്ചു. പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഒരു ഐസ്ക്രീമും ഒരു കുൽഫിയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നേരെ റൂമിൽ പോയിട്ടോ. കുറേ ടൈം ആയില്ലേ, അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ബാക്കി വിശേഷം നാളെ പറയാം. ബായ്.